കേരളത്തിലെ മലബാർ തീരത്തോട് ചേർന്നുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഇവിടം കാലിക്കട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. അറബികളും തുർക്കുകളും ഈജിപ്തുകാരും ചൈനക്കാരും തുടങ്ങി വിദേശീയർ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നു. ആ നഗരത്തിലേക്ക് 2022 ഏപ്രിൽ മാസം പോയപ്പോൾ എടുത്ത വീഡിയോകളാണ് ഇവിടെ യോജിപ്പിച്ചിരിക്കുന്നത്. അറബികൾ ഈ നഗരത്തെ കാലിക്കോത്ത് എന്നും ചൈനക്കാർ കാലിഫോ എന്നും യൂറോപ്യന്മാർ കാലിക്കട്ട് എന്നും വിളിച്ചിരുന്നു. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്, SM സ്ട്രീറ്റ് എന്ന് വിളിക്കുന്ന മിഠായി തെരുവ് ഹൽവ കടകൾ കൊണ്ടും തുണിക്കടകൾ കൊണ്ടും തുണിക്കച്ചവടങ്ങൾ കൊണ്ടും നിറഞ്ഞൊരു തിരക്ക് പിടിച്ച സ്ട്രീറ്റാണ്. അവിടെ കയറി അലഞ്ഞു നടന്ന് ഈ വീഡിയോ എടുത്ത് തുടങ്ങുന്നു. വളരെ പഴക്കമുള്ള ബേക്കറികൾ ഈ തെരുവിലുണ്ട്. ഇവിടെ ലഭിക്കുന്ന കോഴിക്കോടൻ ഹൽവയും ബനാന ചിപ്സും പ്രശസ്തമാണ്. ഹൽവ കടകൾക്ക് പ്രശസ്തമായ ഈ തെരുവിന് പേര് നൽകിയത് യൂറോപ്യൻകാരാണ്. യൂറോപ്യന്മാർ കോഴിക്കോടൻ ഹൽവയെ സ്വീറ്റ് മീറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇരുവശത്തും പുതിയതും പഴയതുമായ കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണ്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിതീർത്ത കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. 2007 ജനുവരി 5 മിഠായി തെരുവിൽ തീപിടുത്തമുണ്ടാവുകയും 6 പേർ മരിക്കുകയുണ്ടായി. 30-ലധികം കടകൾ കത്തി നശിച്ചിരുന്നു. പിന്നീട് അപകട സാധ്യത ഇല്ലാതാക്കാനായി വൈദ്യുതി ലൈനുകൾ ഭൂമിക്കടിയിലൂടെയാക്കി. ഓരോ 50 മീറ്ററിലും തൂണുകൾ സ്ഥാപിച്ച് അലങ്കാര വിളക്കുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും എറിഞ്ഞാലും താഴെ വീണാലും ഉടയാത്ത ലൈറ്റുകൾ. ഡിസംബർ 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ റിനോവേറ്റ് ചെയ്ത ഈ മിഠായി തെരുവ് ഒഫീഷ്യലി തുറന്നുകൊടുത്തു. ഉത്സവകാലങ്ങളിൽ മിഠായി തെരുവിൽ നിന്ന് ഹൽവ വാങ്ങാൻ പുറത്തുനിന്നുള്ളവർ പോലും ഇവിടെ എത്താറുണ്ട്. തെരുവിൻ്റെ കഥാകാരൻ SK പൊറ്റക്കാടിനോടുള്ള ആദരവാണ് ഈ തെരുവിൻ്റെ മറ്റൊരു പ്രത്യേകത. മലയാളത്തിലെ പല സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംഗമവേദിയാണ് ഈ തെരുവ്. കേരളത്തിലെ പുരാതനമായ തുറമുഖങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖം. അവിടേക്കാണ് ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തടി കൊണ്ടുള്ള കപ്പലുകൾ ഉണ്ടാക്കുന്നതിനും പ്രശസ്തമായ ഒരിടമാണ് ബേപ്പൂർ. ഇവിടെ 2 കിലോമീറ്ററോളം കടലിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന പാതകളുണ്ട്. അത്തരത്തിൽ നല്ല വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ബേപ്പൂർ. മത്സ്യബന്ധനം കുലത്തൊഴിലാക്കിയവരാണ് തീരദേശത്ത് താമസിക്കുന്ന ഭൂരിഭാഗവും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബേപ്പൂർ ബീച്ചിലെ പുതിയ ടൂറിസം അട്രാക്ഷനായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനാണ്. പാർക്കിംഗ് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങളകത്ത് കയറി. ബൈക്ക് പാർക്ക് ചെയ്ത് ഞങ്ങൾ കടലിലേക്കുള്ള പാതയിലേക്ക് നടന്നു. ഇരുവശത്തും മീൻ പിടിക്കുന്നതിനുള്ള ബോട്ടുകൾ പോകുന്നതും മറുവശത്ത് ബീച്ച് ആസ്വാദനത്തിനായി തിരക്ക് പിടിച്ച ഒരു സ്ഥലവും. ദൂരെ ലൈറ്റ് ഹൗസ് തലയുയർത്തി നിൽക്കുന്നതും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ആ സമയത്താണ് ഒരാൾ കടലിൽ മുങ്ങിപ്പൊങ്ങി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടത്. എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകാതെ കുറച്ചു നേരം അവിടെ വണ്ടറടിച്ചു നിന്നു ഞങ്ങൾ. ഒരു ദിവസത്തിൽ 25 ലിറ്ററോളം വെള്ളം ശുദ്ധീകരിക്കാൻ ഓരോ കല്ലുമ്മക്കായ്ക്കും സാധിക്കും. കടലിൽ പാറക്കെട്ടുകളിൽ ഒട്ടിപ്പിടിച്ചു വളരുന്ന ഒരു കടൽ ജീവിയാണിത്. അല്പം കഴിഞ്ഞ് അദ്ദേഹം എന്തോ കരയിലേക്ക് വലിച്ചു കയറ്റി. ആകാംക്ഷയോടെ നോക്കി നിന്ന ഞങ്ങൾ ആ ചേട്ടനുമായി സംസാരിച്ചു തുടങ്ങി. എല്ലാ ദിവസവും വരുമോ? ചില ദിവസങ്ങൾ മാത്രം. എന്താ പേര് ചെയ്യണ്ട? അബൂബക്കർ കോയ. ഞങ്ങൾക്കിത് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇത്
കിലോ 300 റുപ്യ ഉണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ കച്ചവടത്തിന് വയ്ക്കും. ഇന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോയി. ഇന്നത്തെ പണി തരും. ഈ ഉച്ച ടൈമിൽ തന്നെയാണ് എല്ലാവരും. ആകുമ്പോഴത്തേക്ക് മതിയാക്കും. കണ്ടാലേ വേഗം കിട്ടൂ, കണ്ടിട്ടില്ലെങ്കിൽ കിട്ടൂല. ഓക്കെ. കടലിലെ പണിയാണ്ടോ. പണിയൊക്കെ ആണ്. അപകടം വന്നിട്ടെങ്കിലേ നല്ല പണിയാണ്. അപകടം വന്നാൽ പോക്കാണ്. ഓരോരോ ദിവസം ഇങ്ങനെ മുങ്ങിയിട്ട് ഓരോ സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് എടുക്കും. കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടേ കൊടുത്തുകാരിട്ട് വന്നാവും. കോഴിക്കോട് ഒരേ പോയി പിന്നെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എല്ലാം കൂടി നേരെ പോയാലേ നമുക്ക് പിന്നെ വില കിട്ടില്ല. സാധനം വെള്ളം പാർന്നു പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിലാക്കിയാൽ നമ്മളെ ഊരൊക്കെ കേടുണ്ടാവില്ല. ഈ വലയിലാക്കിയാലേ മറ്റേത് നമ്മളെ ഊരൻ്റെ ഈ നെടുമുള്ളിൻ്റെ താഴത്തെ ഒരു 5-8 എല്ലുണ്ടല്ലോ, ആ എല്ലിന് എന്തെങ്കിലും സംഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുമ്പോൾ തന്നെ ഇങ്ങനെ കളിക്കുമ്പോൾ ബോയ കെട്ടാതെ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ പണിയാവും. നമ്മളെ വിറുക്കൻ്റെ ഇത് ഇത്രയും വെയിറ്റ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടാലേ ഇതിങ്ങനെ ചാടുമ്പോൾ ഇവിടെ ഇവിടെ ഇളകുമ്പോൾ വിറുക്കൻ്റെ ഇവിടെ നരമ്പ് വലിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് എന്താവും, രോഗം വരും. ശ്വാസം മുട്ടല് രോഗം. എത്ര കാലമുണ്ട്? ഞാൻ 20 വർഷം. നല്ല നല്ല പൈസ കിട്ടുന്ന പണിയാണ്. 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോർട്ടൊക്കെ തുറക്കാനൊക്കെ 10 തന്നെ ആവും. ഞാൻ വേഗം ഉണ്ട്, വേറെ ഒരു 5-6 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു, വേറെ തോണിക്കാരും. ഞാൻ വേഗം കൊണ്ട് വിറ്റ് 6000 റുപ്യക്ക്. പിന്നെ ഞാൻ കുളിച്ചൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പറഞ്ഞ് ഞങ്ങൾ കപ്പൽ മുനമ്പത്തുള്ളതാണ്. ഞാൻ കപ്പലിൽ നിന്ന് ഒരാളായിട്ട് സംസാരിച്ചപ്പോഴേ കപ്പലിൽ നിന്ന് പോവും, നമ്മൾ പുറത്തു കൊണ്ടുപോയി വെക്കും എല്ലാം പറഞ്ഞ് പുറത്തു കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ പിറ്റേന്ന് വേറെ കുറേ മുങ്ങക്കാർ പോയി. ഒരു മുങ്ങക്കാരൻ കപ്പലിനുള്ളിൽ കുടുങ്ങി മരിച്ച്. അപ്പോൾ പിന്നെ കപ്പൽ പോവാണ്, പൊളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയി കപ്പൽ. അപ്പോൾ പോണ സമയത്ത് 15 ദിവസം കൂടെ കെട്ടിട്ടിനി പുഴയിൽ. കുറേ സാധനമൊക്കെ ഇറക്കി നമ്മളെ വീട്ടിലൊക്കെ വെച്ച്, കനുള്ള സാധനങ്ങളാണ് പെട്ടി പോലെ തന്നെ. പിന്നെ അതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞ് ഈ റോപ്പ് തോണിയൊക്കെ കെട്ടാൻ കുറച്ച് കൊണ്ടിട്ട് ആ റോപ്പെല്ലാം കുറേ ഉണ്ട്. ഇതുപോലെ ഒരു 5-6 കെട്ട് റോപ്പൊക്കെ തന്നിട്ട് അങ്ങനെ ഒരു ഓർമ്മക്കെ ഇതുപോലെ റോപ്പെല്ലാം തന്നത്. അപ്പോൾ നമുക്കൊരു ഉപകാരമല്ലേ. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്തായാലും. ഞാനിവിടെ തന്നെ. ഞാൻ അടുത്ത പ്രാവശ്യം ബേപ്പൂരൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ. അങ്ങനെ കടൽപ്പാതയുടെ എൻ്റെ ഭാഗം നടന്നു കണ്ടുകൊണ്ട് ബോട്ടുകൾ ഫിഷിംഗ് കഴിഞ്ഞ് തിരികെ വരുന്ന കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് വെള്ളത്തിൽ ആരോ സുറയിലെ വിജയെ പോലെ ചാടിത്താഴുന്നത് കണ്ടത്. ഗൂഗിൾ നോക്കിയപ്പോൾ അത് ഡോൾഫിനാണെന്ന് ഉറപ്പായി. അതെ, ബേപ്പൂരിൽ ഡോൾഫിൻ സ്പോട്ട് പോയിൻ്റ് ഉണ്ട്. വന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ സാധിക്കും. അതെല്ലാം കണ്ടുകൊണ്ട് വൈകുന്നേരം തിരകൾ ഉയരുന്ന സമയമായപ്പോൾ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നടന്നു തുടങ്ങി. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെയാണ്. ക്യാപ്ചർ ഡേയ്സ് പ്രവർത്തിക്കുന്ന ഫ്ലോട്ടിംഗ് വാക്ക്വേ ആദ്യമായി വന്നത് ബേപ്പൂരിലാണ്. പക്ഷേ ഇവർ ആലപ്പുഴയിൽ തുടങ്ങാൻ വെച്ച് നിയമകാരണത്താൽ തടസ്സപ്പെട്ടതുകൊണ്ട് ഇവിടെ ആദ്യമായി പോയതാണ്. കാലത്ത് 10 മുതൽ വൈകുന്നേരം 6 വരെയാണ് വിസിറ്റിംഗ് ടൈം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വൈകുന്നേരത്തിൽ തിരയുടെ ശക്തി കൂടുന്ന സമയത്ത് കയറുന്നതാണ്. ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടാൻ അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന കാശ് നഷ്ടമായി പോകും. തിരയടിക്കുമ്പോൾ ആ റിതം ഓഫ് സീ എന്ന ഫീൽ കിട്ടുന്നതിന് ഈവനിങ് ടൈമാണ് പെർഫെക്റ്റ്. ഞങ്ങൾ പോയ സമയത്ത് 100 രൂപ ആയിരുന്നു ടിക്കറ്റ് പ്രൈസ്. സേഫ്റ്റി ജാക്കറ്റ് ഇട്ട് ഞങ്ങൾ ആ ഫ്ലോട്ടിംഗ് വാക്ക്വേയിൽ കാലെടുത്ത് വെച്ചു. ഇത് വന്നതിന് ശേഷം ബേപ്പൂർ ബീച്ചിൽ തിരക്കധികമാണ്. 10 മുതൽ 5 മിനിറ്റ് വരെ ഒരു ബാച്ചിൽ 50 പേരെ വെച്ച് മാത്രമാണ് അലൗ ചെയ്യുക. ആദ്യം കയറുമ്പോൾ ഒരു ഭയം തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ ആ താളത്തിനോട് സിങ്ക് ആയിക്കോളും. 100 മീറ്റർ നീളത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതിൽ 25 മീറ്റർ കരയിലും 75 മീറ്റർ കടലിലായിട്ടുമാണ് കിടക്കുന്നത്. പിന്നെ സാധുസുന്ദരമായ കടല്, എന്താ കാഴ്ചകൾ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇവിടെ കയറ്റുകയില്ല. പിന്നെ അപകടമുണ്ടായാൽ ലൈഫ് ഗാർഡായിട്ട് ഡൈവേഴ്സുമുണ്ട്. അതിൽ കടലിനെ അറിയുന്ന പ്രദേശവാസികളും ജോലിക്കെടുത്തിട്ടുണ്ട്.
ഓട്ടത്തിൽ എനിക്ക് നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ ഫ്ലോറിൽ വീഴുന്ന പോണെന്ന് അങ്ങനെ നിയമമുണ്ട്. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള ക്വാളിറ്റി ഇതിനുണ്ട്. വൈകുന്നേരം ജങ്കാർ സർവീസ് കയറി വീട്ടിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ വീടിനോടടുത്തപ്പോഴാണ് ഓർത്തത്, കോഴിക്കോട് പോയിട്ട് കണ്ട കാഴ്ചകളിൽ ചിലത് പറയാൻ മറന്നു. അതുകൊണ്ട് ഒന്നുകൂടെ നിങ്ങളെ പുറകിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. ആദ്യം ഞങ്ങൾ പാരഗൺ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്നു. 1939 ആരംഭിച്ച് കോഴിക്കോടിൻ്റെ രുചികൾ സമ്മാനിക്കുന്ന അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ രുചി വിഭവങ്ങളുടെ ഒരു കലവറയാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇനി നിങ്ങൾക്കറിയാമോ, കോഴിക്കോടിൽ ഒരു ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാരത്തിനായി വന്ന ഗുജറാത്തികൾ ഈ തെരുവിലാണ് താമസിച്ചിരുന്നത്. 1400ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഈ തെരുവിലിപ്പോൾ 20ഓളം കുടുംബങ്ങൾ മാത്രമേയുള്ളൂ. ഗുജറാത്തിലെ കച്ചിൽ നിന്നും വന്ന് വ്യാപാരം തുടങ്ങിയവരാണ് ഈ കാലുകുത്തിയവർ. ഹോളി, ദീപാവലി എന്നിവയൊക്കെ കോഴിക്കോട്ടുകാർക്ക് ഗുജറാത്തികളോട് ചേർന്നുള്ള ആഘോഷമായിരുന്നു. പണ്ട് മുകളിലെ നിലയിൽ താമസവും താഴെ നിലയിൽ കച്ചവടമായിട്ടാണ് ആളുകൾ ജീവിച്ചു പോയിരുന്നത്. പിന്നീട് കച്ചവട സാധ്യതകൾ കുറയുകയും കുട്ടികൾ കേരളത്തിൽ നിന്നും ജോലി സാധ്യത കുറഞ്ഞപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഗുജറാത്തി തെരുവിൻ്റെ ശോഭയ്ക്ക് മങ്ങലേറ്റ് തുടങ്ങി. പണ്ട് വാസ്കോഡിഗാമയ്ക്ക് കോഴിക്കോട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഒരു ഗുജറാത്തിയായിരുന്നു എന്നാണ് പഴങ്കഥ. ക്ഷേത്രവും സ്കൂളുകളും തുടങ്ങി അവരുടേതായ പല നിർമ്മിതികളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മട്ടാഞ്ചേരി പോലെ ഒരു ഫീലാണ് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. അതുമാത്രമല്ല, കോഴിക്കോട് ഇനിയും ഒരുപാട് പ്രത്യേകതകളും രുചികളും ചരിത്രങ്ങളും ഉൾപ്പെടുന്ന പറഞ്ഞാലും തീരാത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ്.